കട്ടക്കരിപ്പന്റെ ഉണ്ടക്കണ്ണി. രചന അന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. അച്ചുവേട്ടാ, ദേ നിങ്ങളുടെ മോളിത് എവിടെയാ നോക്കിയേ? നീ മരം കയറി ഇങ്ങ് ഇറങ്ങി വാ. എന്റെ അമ്മയാണ്. ഞാൻ ചുമ്മാ ഒരു പേരക്ക പൊട്ടിക്കാൻ കയറിയതിനാണ് ഈ പൊല്ലാപ്പൊക്കെ. എന്നെ പരിചയപ്പെട്ടില്ലല്ലോ, ഞാനാണ് ഗൗരി, അച്യുതൻ രാധാ ദമ്പതികളുടെ ഏക മകൾ. സുന്ദരിയും സുശീലയും അതിലേറെ സൽസ്വഭാവിയായിട്ടുള്ള ഈ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എടി, ഇതുവരെ ഉറങ്ങിയില്ലേ? ഇപ്പോഴും കൊച്ചുകുഞ്ഞാണെന്നാ വിചാരം. അതേലോ, ഞാൻ കൊച്ചുകുഞ്ഞ് തന്നെയാ. പിന്നെ ഒരു കുഞ്ഞു വന്നിരിക്കുന്നു. രമ്യയുടെ കല്യാണം കഴിഞ്ഞ അടുത്തത് നീയാ, മറക്കണ്ട. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? കെട്ടിച്ചു വിടാൻ മാത്രം ഞാനിവിടെ മൂത്തരച്ച് നിൽക്കുന്നില്ലല്ലോ. ഐ എം ജസ്റ്റ് 24. അത് തന്നെയാ പ്രശ്നം. ഈ 24 വയസ്സ്. പെൺകുട്ടികളായ കാലത്ത് കല്യാണം കഴിച്ച് പോകണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം 1-2 കുഞ്ഞുങ്ങളായി. ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ നിന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ? ഓ, ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ. അല്ലാണ്ട് എന്നെ കെട്ടിച്ചുവിട്ട് 2 റൊമാൻസ് കളിക്കാനല്ല. ഈ അസത്തെ നീ എൻ്റെ നിന്ന് മേടിക്കും. അതെങ്ങനെയാ? അച്ഛൻ നിന്നെ കയറൂരി വിട്ടേക്കല്ലേ? കയറൂരിവിടെ ഞാനെന്താ പശുവോ മറ്റോ ആണോ? നിന്റെ ഈ ലൈസൻസ് ഇല്ലാത്ത നാവ് കാണുമ്പോൾ പേടിയാ. ഒന്നുമില്ല, ഈ നാള് വേറെ തന്നെ വീട്ടിൽ കയറി ചെല്ലേണ്ടല്ലേ. ഓ, പാരായണം തുടങ്ങി. ഇനി പരമസുഖം. നീ ആ കാര്യം എമ്മിയെ കണ്ടു പഠിക്കേ. അവളെ പോലെ ഈ കൊച്ചു നാട്ടിലുണ്ടാവില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവം. പറഞ്ഞിട്ടെന്താ, നിന്റെ അതേ പ്രായം അവൾക്കും. ഇന്നൂടെ കഴിഞ്ഞാൽ കല്യാണമായി. വീട്ടുകാരെ അനുസരിക്കുന്ന പിള്ളേർ അങ്ങനെയാ. അല്ലാതെ ഈ കുരിപ്പിനെ പോലെ അല്ല. രമ്യ രമ്യ രമ്യ. ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന പേരാണ് ഈ രമ്യ. രമ്യ ഇങ്ങനെയാണ്, രമ്യ അങ്ങനെയാണ്. എനിക്കിത് കേൾക്കുമ്പോഴൊക്കെ കരി വരും. കക്ഷി എൻ്റെ അമ്മായിയുടെ മോളാണ്. വീടിനടുത്ത് തന്നെയാണ് താമസം. ചെറുപ്പം മുതൽ അവൾ എനിക്കൊരു പാരയാണ്. പഠനം, ഡാൻസ്, പാട്ട്, അങ്ങനെ എല്ലായിടത്തും അവൾ തന്നെയാണ് മുൻപത്തി. പക്ഷേ സ്പോർട്സ് അതെന്നെ മാത്രം കുത്തകയാണ്. അമ്മായിയാണ് ഈ മോളെ പൊക്കാൻ പറ്റുന്നിടത്തെല്ലാം പൊക്കും. ഇത്രയും കാര്യം മതിയല്ലോ അവളെൻ്റെ ശത്രുവായി മാറാൻ. ആദ്യമായിട്ട് ഞാനൊന്ന് മുന്നിലെത്തിയായിരുന്നു ജോലി കിട്ടിയിട്ട്. പക്ഷെ അവിടെ അമ്മായി കയറി വന്നു, ഈ കമ്പനി അത്ര നല്ലതല്ലെന്ന്. രമ്യയ്ക്ക് അവിടെ ജോലി കിട്ടിയതാണത്രേ, അതും മാനേജറായിട്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ മാനേജർ പോസ്റ്റ് എടുക്കാത്ത അവിടെ ചെക്കൻ്റെ കമ്പനിയല്ലേ? അല്ല പിന്നെ ഇതിനൊക്കെ എന്താ പറയാ? ഇതേ ഇപ്പോൾ കല്യാണക്കാരി പറഞ്ഞ അമ്മയുടെ നടപ്പ്. ചെക്കൻ തേനാണ്, പാരാണ്, മണ്ണാങ്കട്ടിയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ, തള്ളി തള്ളി വീട്ടിൽ ഇരിക്കപ്പോറതില്ല. അതൊന്നും പോരായിട്ടാണ് ഈ അമ്മ. അല്ലെങ്കിൽ അമ്മയുടെ അമ്മായിയുടെയും ഫേവറേറ്റ് രമ്യാണ്. എന്നാൽ അച്ഛൻ്റെ അമ്മായിൻ്റെ ഫേവറേറ്റ് ഈ ഞാനാണ്. അമ്മാവൻ വളരെ പാവാണ്, എന്നെ വലിയ കാര്യമാണ്. എനിക്ക് തിരിച്ചു അങ്ങനെ തന്നെ. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അമ്മാവൻ. ഗൗരി, നീ അമ്മായിയുടെ വീട്ടിൽ പോണില്ലേ? അവൾ വിളിച്ചിരുന്നു എന്നെ. ഓ, പിന്നെ വിളിക്കുന്ന സ്നേഹം കൊണ്ടൊന്നുമില്ല, എന്നെ അവിടെ ഇട്ട് വാരാനാണ്. ആ, പോവാൻ നിൽക്കായിരുന്നു. ഇന്ന് തന്നെ പോകണമെന്ന് അമ്മാനെ ഓർത്തിട്ടാ. നിശ്ചയത്തിന് അവിടെ എത്താൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ കല്യാണ തലേന്ന് ചെന്നില്ലെങ്കിൽ അമ്മായിക്ക് അത് മതി. ഗൗരി മോളെ, ആ പാലക്കാമാരൊന്ന് എടുത്തേ. അമ്മായിയാണ് വന്നയുകൊണ്ട് എനിക്ക് പണി തന്നു, ആഭരണപ്പെട്ടി നോക്കാൻ. വല്ലാത്തൊരു പണിയാണ് കേട്ടോ അത്. വരുന്നവരൊക്കെ കാണിക്കുക, അത് കഴിഞ്ഞ് അടച്ചു വെക്കുക, പിന്നെയും തുറക്കുക, പിന്നെയും അടക്കുക. എൻ്റെ രാധേ, ഈ രമ്യ പെണ്ണ് സുന്ദരിയായിട്ടുണ്ടല്ലോ. പരദൂഷം നാണിച്ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അവളെ നോക്കിയത്. പറഞ്ഞത് ശരിയാ, ഓളിന്ന് നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട്. അതിലെനിക്ക് ചെറിയ അസൂയുണ്ട് കേട്ടോ. അവള് തന്നെ ആ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മുമ്പിൽ. അല്ല രാധേ, രമ്യനിട്ട് 6 മാസം പൂപ്പ് ഗൗരിയല്ലേ? എന്നിട്ട് അവളുടെ കല്യാണം ഒന്നും നോക്കുന്നില്ലേ? നോക്കണേ ചേച്ചി, രമ്യയുടെ കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചു. നാണി ചേച്ചി പറയുന്ന കേട്ടാ തോന്നും അവളേക്കാൾ 6 വയസ്സ് മൂപ്പുണ്ട് എനിക്കെന്ന്. നല്ല പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ആളെ പിണക്കാൻ പറ്റില്ല. പരദൂഷണാണ്, പക്കാ പരദൂഷണം. കല്യാണ തിരക്കിൽ കഴിഞ്ഞ് വളരെ വൈകിയാണ് കിടന്ന്. വീട്ടിൽ പോകാൻ നിന്നില്ല. ഇന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ വീട്ടിലേക്ക് പോകുന്നു. അമ്മയാച്ചനും നേരത്തെ തന്നെ അങ്ങോട്ട് പോയി. എൻ്റെ ഒരുക്കത്തിന് വെയിറ്റ് ചെയ്താൽ പിന്നെ സമയത്തിന് എത്താൻ പറ്റില്ല. എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ആടിയും പാടിയാണ് അവിടെ എത്തിയത്. വഴിയിൽ വെച്ച് ഞാൻ വായി നോക്കുന്ന ചേട്ടനെ കണ്ടു. ആ ദർശനം കിട്ടിയപ്പോൾ തന്നെ ഒരു മനസ്സുഖം. ആഹാ, കാരണം ആളെ കാണിക്കാനൊക്കെ തന്നെയായി കെട്ടിയൊരുങ്ങി പോകുന്നത് തന്നെ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു പന്തിയേട് തോന്നി. എൻ്റെ ചേച്ചി ഇങ്ങനെ കരയാണ്ടിരിക്കേ. എന്നാലും അവൾക്ക് നമ്മളോടൊന്നും പറയായിരുന്നില്ലേ? ഇതിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയില്ല ആ പിശാച്. ആദ്യമൊന്നും എനിക്ക് കാര്യം പിടിയിട്ടില്ല. പിന്നേലറിഞ്ഞ് നമ്മുടെ രമ്യക്കുട്ടി ഓടിപ്പോയി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും. എന്നിട്ടിപ്പോൾ എന്തായി? രമ്യക്കുട്ടി ഓടിപ്പോയി. എനിക്കൊന്നും വല്ലാത്ത സന്തോഷമായി, കാരണം അത്രയ്ക്ക് എല്ലാവരും തലയിൽ വെച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അമ്മാവനെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞ് തളർന്നിരിക്കുകയാണ് പാവം. അത് കണ്ടപ്പോൾ ആ രമ്യയെ കൊല്ലാൻ തോന്നി. ആൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇവർ നടത്തി കൊടുക്കായിരുന്നല്ലോ. എന്നിട്ട് അവളെന്തിനാ ഇങ്ങനെ ചെയ്തേ? രമ്യ ഓടിപ്പോയ കാര്യം കാട്ടുതീയേക്കാൾ വേഗത്തിൽ നാട്ടിൽ പരന്നു. വീട്ടിലാകെ ശോകമുഖമാണ്. ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വലിയ ചർച്ചയിലാണ്. ചിലവർ ആ ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട്. അച്ഛനും അമ്മയും അമ്മാവനൊക്കെ അസ്ത്രം തൊടുത്ത് വിട്ട് അവർ ഓടി നടക്കുന്നുണ്ട്. ആ തൊടുത്ത് വിട്ട അസ്ത്രന്റെ നേർക്കാണെന്ന് മനസ്സിലാക്കാൻ അച്ഛനും അമ്മാവനും എൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്നു. മോളെ, ഈ അമ്മാവൻ പറയുന്ന എൻ്റെ കുട്ടി കേൾക്കില്ലേ? അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. മോളെ, ഞങ്ങളെല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടി അതിന് സമ്മതിക്കണം. എൻ്റെ അച്ഛൻ ഈ സസ്പെൻസിലുള്ള കാര്യം എന്ന് വെച്ചാൽ പറയും. മോളെ, നീ രമ്യക്ക് വരാൻ കല്യാണ പെണ്ണാവണം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അമ്മാവനത് പറഞ്ഞു. എൻ്റെ തലയാകെ ചുറ്റുന്ന പോലെ തോന്നിയതല്ല, ഞാൻ തലറിങ്ങി താഴെ വീണു. മോളെ മോളെ,
ഒന്ന് എണീക്ക് മോളെ. അമ്മയുടെ കരച്ചിലേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അമ്മാവൻ തളർന്നിരിപ്പാണ്. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് വിചാരിച്ച് എന്തായതാണെന്നറിയാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അതും പറ്റില്ല. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാച്ചാ വേണ്ട. ഞങ്ങൾ കാരണം അവരുടെ കുടുംബത്തിനു കൂടി നാണക്കേടാന്ന് വിചാരിച്ചാ ഈ തീരുമാനത്തിലെത്തിയത്. എൻ്റെ മോളല്ലേ, ഒന്ന് സമ്മതിക്കും മോളെ, അമ്മാവന് വേണ്ടിയെങ്കിലും. മോളെ, അച്ഛൻ ഇന്നേവരെ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഇക്കാര്യം മോള് സാധിച്ചു തരണം. നിന്റെ അമ്മാവിൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഈ അച്ഛക്ക്. അന്നേരം അവരെൻ്റെ അച്ഛനും അമ്മയും തന്നെയാണെന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് അവർ ഈ യുവാത്തിനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം എല്ലാവരുടെയും ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അവളെ ഒരുക്കാൻ വന്നവർ എന്നെ ഒരുക്കി തുടങ്ങി. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു, മോളെ, നിനക്കിനി വല്ല ഇഷ്ടമുണ്ടോ? ഞാനില്ലെന്ന് തലയൊരുക്കി കാണിച്ചു. അച്ഛനൊന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് പോയി. എനിക്കല്ലേ അറിയൂ എൻ്റെ ഇഷ്ടം. ഉണ്ട്, എനിക്കും ഇഷ്ടമുണ്ട്. പക്ഷേ വൺ സൈഡാണെന്ന് മാത്രം. മനസ്സിലായില്ലേ? കാലത്ത് വരുമ്പോൾ കണ്ടില്ലേ, ഞാൻ വായി നോക്കുന്ന ചേട്ടൻ രമ്യയുടെ കല്യാണം സെറ്റാക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷെ അന്നും ഇന്നും അവൾ തന്നെ വിലങ്ങുതടി. നമ്മുടെ ചേട്ടന് രമ്യനെ ഇഷ്ടമായിരുന്നു. അത് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. പുള്ളി എന്നോടാണ് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് രമ്യയോട് പറയാൻ ധൈര്യമില്ലെന്ന് സഹായിക്കണമെന്ന് ചങ്ക് തകർന്നു പോയ നിമിഷം. എന്നാൽ ഈ ഞാനുണ്ടല്ലോ അവളോട് ഇക്കാര്യം പറഞ്ഞില്ല. സ്വാർത്ഥത അല്ലാണ്ട് എന്ത്. പിന്നീട് ആ ചേട്ടൻ നിൽക്കുന്ന വഴിയൊന്നും ഞങ്ങൾ പോവാറില്ല. അല്ല, ആ വഴിയൊന്നും ഞാൻ അവളെ കൊണ്ടുപോവാറില്ലെന്നാണ് സത്യം. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇഷ്ടം പറയാന്ന് വെച്ചാ ശാപാവും, നല്ല ഉഗ്രൻ ശാപം. അതും ആ ചേട്ടൻ്റെ. മോളെ, നീ എന്താലോചിച്ച് നിൽക്കുക? ഇങ്ങോട്ട് ഇറങ്ങി വാ, ചെറുക്കനൊക്കെ എത്തി. അമ്മയാണ് എന്നെ കൊല്ലാൻ ആള് വന്നു എന്ന് പറയാൻ വന്നാ. കുറെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നടുവിലൂടെ നടന്ന് ഞാൻ മണ്ഡപത്തിൽ കയറിയിരുന്നു. നേരെ നോക്കിയപ്പോഴത്തേ ഗൗരി വേഴ്സ് ആദ്യത്തിന് എഴുതിയിരിക്കണം. ഇതൊക്കെ എപ്പോൾ നടന്നു ആവോ? എൻ്റെ അടുത്ത് ഞാൻ അല്ല, എന്നെ കെട്ടാൻ പോകുന്ന ആൾ ഇരിക്കുന്നുണ്ട്. എനിക്കെന്തോ നോക്കാനുള്ള ത്രാണിയുണ്ടായില്ല. എല്ലാ ചടങ്ങുകളും അതിൻ്റെതായ രീതിയിൽ നടന്നു. അയാൾ എൻ്റെ കഴുത്തിൽ കുരുക്കിയിട്ട് സിന്ദൂരം ചാർത്തി. എല്ലാവരും വന്ന് ഫോട്ടോയൊക്കെ എടുത്തു. സദ്യ കഴിഞ്ഞ് പോകാൻ നേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ ആരെയും നോക്കിയതുമില്ല, കരഞ്ഞതുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മരവിച്ചു പോകും. എന്നാൽ കാറ് വീട് വിട്ടിറങ്ങിയതും ഞാൻ പൊട്ടിക്കരഞ്ഞു. ഒരുപാട് നേരം അങ്ങനെ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദി, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ എനിക്ക് നേരെ ടിഷ്യൂ നീട്ടി. ഞാനത് വാങ്ങിച്ചു. ആദിയുടെ അമ്മ എന്നെ നിലവിളക്കെന്ന് കൈപിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാ പെൺകുട്ടിക്കുള്ള പോലെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ചെക്കൻ്റെ കൈ പിടിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെ വലതുകാൽ വെച്ച് ഒരുപാട് പ്രാർത്ഥനകളോടെയുള്ള ഗൃഹപ്രവേശനം. എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടന്നില്ല. ഇഷ്ടപ്പെട്ട ചെക്കനില്ല, പ്രാർത്ഥനകളില്ല. എന്തിന്? പരിചയമുള്ള ഒരാൾ പോലും കൂടെയില്ല. അയ്യോ, ആദ്യം പരിചയപ്പെട്ടില്ലല്ലോ. വസുന്ധരയുടെയും ശേഖരൻ്റെ ഏക മകൻ. MBA കഴിഞ്ഞ് കുറച്ച് ബിസിനസ്സൊക്കെ നടത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള റിസപ്ഷൻ ഒഴിവാക്കി. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് മടുത്തേനെ. എൻ്റെ ദേവി, ഞാൻ എന്ത് തെറ്റിയിട്ടാണ് എന്നോട് ഇങ്ങനെ? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവമൊക്കെയല്ലേ നടക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ബന്ധുക്കളൊഴിച്ച് ബാക്കി എല്ലാവരും പോയി. ആദിയുടെ അനിയത്തി വന്ന് എനിക്ക് റൂം കാണിച്ചു തന്നു. കുളിച്ച് ഫ്രഷായി വരാൻ പറഞ്ഞ് അവളും പോയി. അവിടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. എല്ലാം രമ്യയ്ക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. എല്ലാവരുടെ ഫേവറേറ്റ് കളറുകൾ, ഫേവറേറ്റ് ഡ്രസ്സുകൾ. ശരിക്കും എനിക്ക് ഒരുപാട് വിഷമമായി. എല്ലാവരും അവളെല്ലാം ഇഷ്ടപ്പെട്ട് ഇനി എന്നെ ഇങ്ങനെ സ്വീകരിക്കും. എല്ലാം കൂടി ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്തി പിടിച്ചു തുടങ്ങി. എന്തായാലും വേണ്ടില്ല, ഒരു ഡ്രസ്സ് എടുത്തിട്ട് അടിയിലേക്ക് ഇറങ്ങി ആദിയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.